ഇൻ ഹൗ മച്ച് ടൈം. സോ തുടങ്ങുന്ന തന്നെ നമ്പർ ഓഫ് ഇയേഴ്സ് കാണാൻ പറഞ്ഞിട്ടാ അല്ലേ? ഹൗ മച്ച് ടൈം എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് എന്നോട് കാണാൻ പറഞ്ഞുള്ളത്. ഇവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൻ സം ബി 0.125 ടൈംസ് ദ പ്രിൻസിപ്പൽ. ഓക്കെ, സോ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്തായിട്ട് മാറണം? പ്രിൻസിപ്പളിന്റെ 0.125 ടൈംസ് ആയിട്ട് മാറണം. ആര്? സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ? അറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോ എന്താ തന്നിട്ടുള്ളത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ട് പ്രിൻസിപ്പൾ തന്നിട്ടില്ല. ഓക്കെ, സോ ഞാനൊരു തുക ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ 0.125 ടൈംസ് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര വർഷം എടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. I = P. അറിയുന്നതൊക്കെ ചെയ്യാം. പ്രിൻസിപ്പൽ നമുക്ക് അറിയൂല, ഇൻട്രസ്റ്റ് റേറ്റ് 0.1 ആണ് അല്ലെ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, n നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇൻട്രസ്റ്റിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 0.125 ടൈംസ് ഓഫ് P പ്രിൻസിപ്പൽ അല്ലെ? ഈ പിയും ഞാൻ വെട്ടിക്കളയും. സോ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? n കാണണം. സോ അതോടെ ഇങ്ങോട്ട് പോന്നോട്ടെ. സോ 0.125 ഡിവൈഡഡ് ബൈ 0.1 ഈക്വൽ ടു n. സോ ഞാൻ കാൽക്കുലേറ്റർ എടുത്തു. 0.125 ഡിവൈഡ് ബൈ 0.1 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് n ഈക്വൽ ടു 1.25 ഇയേഴ്സ്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1.25 വർഷം അല്ലെ? ദാറ്റ് ഈസ് 1.25 ഇയേഴ്സ്. ഓപ്ഷൻ എ ആൻസർ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓപ്ഷൻ എ നമ്മൾ ആൻസർ ആയിട്ട് ചൂസ് ചെയ്യേണ്ടി വരും. കറക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഒന്നെങ്കിൽ 1.25 എന്ന് വരും, അല്ലെങ്കിൽ 1/4 ഇങ്ങനെ തരും കേട്ടോ. 1/4 ഇയേഴ്സ് ഒന്നും ചിലപ്പോൾ ഓപ്ഷനിൽ വരും. ഓക്കെ, സോ ഈസി.